പണ്ടുപണ്ട് ഭാരതത്തിൽ ഉജ്ജയിനി എന്ന ദേശത്ത് വിജ്ഞാനത്തിന്റെയും ധീരതയുടെയും പ്രകാശഗോപുരമായിരുന്ന ഒരു മഹാരാജാവ് വാണിരുന്നു. വിക്രമാദിത്യൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഉജ്ജ്വലമായ രാജത്വത്തിന്റെ പ്രതീകമായിരുന്ന അദ്ദേഹം ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് അവിശ്വസനീയമായ ഒട്ടേറെ അത്ഭുതകൃത്യങ്ങളാൽ തന്റെ നാമം ചരിത്രത്തിൽ ആലേഖനം ചെയ്ത മഹാരഥനാണ്. വിക്രമാദിത്യ മഹാരാജാവിന്റെ രാജസദസ്സും എമ്പാടും കേൾവികെട്ടിരുന്നു. അവിടം ധിഷണാശാലികളായ അനേകം പണ്ഡിതശ്രേഷ്ഠന്മാരാൽ സമ്പന്നമായിരുന്നു. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ, അതായത് 9 മഹാപണ്ഡിതർ എന്നത് ധന്വന്തരി, ക്ഷപണകൻ, അമരസിംഹൻ, ശങ്കു, വേതാളഭട്ടൻ, ഘടകർപ്പരൻ, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി എന്നിവരാണ്. അവർ വിവിധ ശാസ്ത്രങ്ങളിലും കലകളിലും അസാമാന്യ പാണ്ഡിത്യമുള്ളവരായിരുന്നു. ഈ മഹത് നാമങ്ങളെല്ലാം തന്നെ എക്കാലത്തും ഭാരത ചരിത്രത്തിന്റെ ഏടുകളിൽ തീവ്രപ്രഭയോടെ വിളങ്ങി നിൽക്കുന്നവയാണ്. വ്യാകരണത്തിലും ജ്യോതിഷത്തിലുമായിരുന്നു വരരുചി എന്ന ശ്രേഷ്ഠ പണ്ഡിതന്റെ മികവ്. ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവും സകല ശാസ്ത്രങ്ങളിലും പാരംഗതനുമായ വരരുചി ഒരു ബ്രാഹ്മണോത്തമനായിരുന്നു. രാജാവിന് ജ്യോതിശാസ്ത്ര സംബന്ധമായോ പുരാണ സംബന്ധമായോ എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ വരരുചിയോട് ചോദിച്ചാണ് അദ്ദേഹം അത് പരിഹരിച്ചിരുന്നത്. മഹാരാജാവിന്റെ ഏത് സംശയങ്ങൾക്കും വരരുചിയുടെ കൈവശം കൃത്യമായ ഉത്തരമുണ്ടായിരിക്കും. ആ ഉത്തരം രാജാവിനും മറ്റു സഭാ പണ്ഡിതർക്കും അഭിമതവുമായിരിക്കും. നവരത്നങ്ങളിൽ വജ്രം പോലെ ജ്വലിച്ചുനിന്ന ഈ പണ്ഡിതശ്രേഷ്ഠലായ വരരുചിയിൽ നിന്നാണ് പറയിപ്പെറ്റ പന്തിരുകുലത്തിന്റെ ആരംഭം. ഒരു ദിവസം രാജസദസ്സിൽ വെച്ച് മഹാരാജാവ് വരരുചിയോടൊരു സംശയം ചോദിച്ചു. രാമായണത്തിൽ ഏറ്റവും പ്രധാനമായ വാക്യം ഏതാണെന്ന് പറയാമോ? സകല ജ്ഞാനവും തന്റെ കൈവശമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന വരരുചി ഈ ചോദ്യത്തിനു മുമ്പിൽ പകച്ചുപോയി. മഹത്തരമായ ധർമ്മസംരക്ഷണത്തെക്കുറിച്ചുള്ള അനേകം സന്ദേശങ്ങളും ഉപദേശങ്ങളും പേറുന്ന മഹാകാവ്യമാണ് രാമായണം. ധൈര്യം, വീര്യം, സൗന്ദര്യം, പ്രൗഢി, സത്യനിഷ്ഠ, ക്ഷമ, ശീലഗുണം, അജീയത എന്നീ ഗുണങ്ങളടങ്ങിയ ഒരു യുഗപുരുഷന്റെ ജീവിതമാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത്തരമൊരു മഹാകാവ്യത്തിൽ നിന്ന് പ്രധാനമായ വാക്യം ഏതാണെന്ന് കണ്ടെത്തുക എന്നത് അത്യന്തം ദുഷ്കരമാണ്. പെട്ടെന്നൊരു ഉത്തരം നൽകാൻ കഴിയാതെ വരരുചി വിഷണ്ണനായി. ആദ്യമായി തോറ്റുപോകുന്നുവോ എന്നൊരു വേപധു അദ്ദേഹത്തെ തീണ്ടി. ഇതുവരെയും രാജാവിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും തീർപ്പുണ്ടാക്കി തലയുയർത്തി നിന്നിരുന്ന തനിക്ക് ഇനി ശിരസ് കുനിച്ചു നിൽക്കേണ്ടി വരുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാവമാറ്റങ്ങൾ കണ്ടുനിന്ന രാജാവിനും സദസ്യർക്കും ഉത്കണ്ഠയായി. വരരുചിക്ക് ഉത്തരം മുട്ടിയെന്ന് രാജാവിന് മനസ്സിലായി. എങ്കിലും സംയമനത്തോടെ അദ്ദേഹം വരരുചിയോട് പറഞ്ഞു, ഇപ്പോൾ ഉത്തരം തരാൻ അങ്ങേക്ക് കഴിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എവിടെയെങ്കിലും പോയി അത് കണ്ടെത്തിക്കൊണ്ടുവരൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേശത്ത് ചെന്നായാലും പണ്ഡിതരായ മറ്റാരെങ്കിലോടും ചോദിച്ചറിഞ്ഞ് കണ്ടെത്തിയാലും മതിയാകും. പക്ഷേ 41 ദിവസം കഴിയുന്നതിനു മുൻപ് ഉത്തരം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങിവിടേക്ക് വരേണ്ടതില്ല, രാജാവ് തീർത്തു പറഞ്ഞു. രാജകൽപ്പന കേട്ട് വരരുചിയുടെ ഹൃദയം ദുഃഖവും വേദനയും കൊണ്ട് കവിഞ്ഞു. മഹാരാജാവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വന്നാൽ രാജസേവ നഷ്ടപ്പെടുന്നതല്ലുപരി സർവജ്ഞനെന്ന് ലോകം അംഗീകരിച്ച തനിക്ക് ഒരിക്കലും തീരാത്ത അപമാനം സംഭവിക്കുകയും ചെയ്യും. എങ്ങനെയെങ്കിലും ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. രാമായണം മനഃപ്പാഠമാക്കിയ തനിക്ക് അതിലെ ശ്രേഷ്ഠവാക്യം ഏതാണെന്ന് കണ്ടെത്താനായില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിൽ ആത്മനിന്ദ ഉളവാക്കി. തുടർന്ന് വരരുചി കൊട്ടാരത്തിൽ നിന്നിറങ്ങി. രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം തേടി പല ദേശങ്ങളിലും സഞ്ചരിച്ചു. യോഗ്യന്മാരായ പല പണ്ഡിതശ്രേഷ്ഠന്മാരെയും കണ്ടു. എന്നാൽ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രധാനം തന്നെ. മധുരമുള്ള ഗുളികയുടെ ഏതു ഭാഗം എടുത്താലും മധുരത്തിന് വ്യത്യാസമില്ലാത്തതുപോലെയാണത് എന്നല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും ലഭിച്ചില്ല. വരരുചി അത്യന്തം നിരാശനും വ്യഥിതനുമായി. അലച്ചിലും ആകുലതകളും മാത്രം ബാക്കിയായി. അങ്ങനെ യാതൊരു പ്രയോജനവുമില്ലാതെ 40 ദിനങ്ങൾ കടന്നുപോയി. ഇനി ഒരേ ഒരു രാത്രി കൂടിയേ അവശേഷിക്കുന്നുള്ളൂ. ഇനിയുള്ള അല്പസമയത്തിനിടെ എന്ത് മറിമായം സംഭവിക്കാനാണ്? ഇത്രകാലം തലയുയർത്തി നിന്നിരുന്ന രാജസദസ്സിൽ നിന്ന് താൻ എന്നേക്കും പുറന്തള്ളപ്പെട്ടു കഴിഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിൽ തീർപ്പ് കൽപ്പിച്ചു. മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന് അലഞ്ഞു തിരിഞ്ഞ വരരുചി രാത്രിയായപ്പോൾ അടുത്തു കണ്ട ഒരാൾത്തറയിൽ അഭയം തേടി. ഇതെന്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളാണ് എന്ന് അദ്ദേഹം ആശങ്കയോടെ ഓർത്തു. ഒരുപക്ഷെ ആത്മബോധത്തിന്റെ കടവേരറുക്കുന്ന അവസാന രാത്രിയാണ്. പക്ഷേ ഇനിയൊന്നും ചെയ്യാനില്ല.
എല്ലാം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഒടുവിലത്തെ ആശ്രയമെന്നോണം വനദേവതമാർ രക്ഷിക്കട്ടെ എന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ആ ആൽത്തറയിലേക്ക് മെല്ലെ ചാഞ്ഞുകിടന്നു. ക്ഷീണം കൊണ്ട് അറിയാതെ മയക്കത്തിലാണ്ടു. നേരം പാതിരയായപ്പോൾ ആകാശസഞ്ചാരികളായ ചില ദേവതമാർ ആ ആൽമരച്ചില്ലകളിൽ വന്നിരുന്നു. അവർ ആ മരത്തിലെ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ച് അവിടെ അടുത്തൊരിടത്ത് നടക്കുന്ന ഒരു പ്രസവം കാണാൻ പോകുന്നതിനായി ക്ഷണിച്ചു. എന്നാൽ ആ മരത്തിലെ ദേവതമാർ തങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ലെന്നും തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു കിടക്കുന്ന വരരുചി എന്ന ബ്രാഹ്മണശ്രേഷ്ഠനെ കാവലിരിക്കുകയാണെന്നും അവരെ അറിയിച്ചു. എന്നാൽ തിരികെ വരുമ്പോൾ വിശേഷങ്ങൾ ഇവിടെ അറിയിച്ചു പോകണമെന്നും പറഞ്ഞു. ആ ആൽമരത്തിലെ ദേവതമാർ വരരുചിയുടെ നെഞ്ചു തകർന്നുള്ള പ്രാർത്ഥന കേട്ടിരുന്നു. അവരേറെ നേരമായി അദ്ദേഹത്തിന് കാവലിരിക്കുകയായിരുന്നു. അന്ത്യയാമമായപ്പോൾ വരരുചി വെപ്രാളത്തോടെ ഉണർന്നു. അനുവദിക്കപ്പെട്ട സമയം കഴിയാറായിട്ടും ഇതുവരെയും തനിക്ക് ഉത്തരം ലഭിച്ചില്ലല്ലോ എന്ന വ്യസനത്തോടെ വെറുതെ കണ്ണടച്ചു കിടന്നു. അപ്പോഴേക്കും പ്രസവസ്ഥലത്ത് പോയ ദേവതമാർ തിരിച്ചെത്തി. ആലിന്മേലുണ്ടായിരുന്ന ദേവതമാർ അവരോട് വിശേഷങ്ങൾ തിരക്കി. പ്രസവം എവിടെയായിരുന്നു? കുട്ടി എന്താണ്? വന്ന ദേവതമാർ മറുപടി പറഞ്ഞു. ഇവിടെ അടുത്തൊരു പറയന്റെ കുടിലിലായിരുന്നു പ്രസവം. കുട്ടി പെണ്ണാണ്. അപ്പോൾ ആൽമരത്തിലെ ദേവതമാർ കൗതുകത്തോടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ അവളുടെ ഭാവി പ്രവചിക്കാനാകുമോ? പാതിരാത്രിയിൽ പിറന്ന ഈ പറയി പെൺകൊടിയെ ഭാവിയിൽ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കുമെന്നറിയാമോ? അപ്പോൾ ആകാശദേവതമാർ ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. അത് മാം വിദ്ധി എന്ന ശ്രേഷ്ഠവാക്യം അറിഞ്ഞുകൂടാത്ത വരരുചിയാണ്. ഇത്രയും പറഞ്ഞ് അവർ വേഗം യാത്രയായി. തന്റെ മാനാഭിമാനങ്ങൾ എന്നേക്കും കൈവിട്ടുപോയെന്ന് കരുതിയിരുന്ന വരരുചിക്ക് വനദേവതമാരുടെ വാക്കുകൾ കേട്ടപ്പോൾ അത്യധികം ആനന്ദവും ഒപ്പം ഇത്തിരി വ്യസനവും അനുഭവപ്പെട്ടു. രാമായണത്തിലെ ഏറ്റവും പ്രധാനമായ വാക്യം മാം വിദ്ധി എന്ന് മനസ്സിലാക്കിയതിലുള്ള സന്തോഷമായിരുന്നു പ്രധാനം. രാജാവിന് തന്നോടുള്ള മതിപ്പ് ഇനിയും വർദ്ധിക്കുമെന്നത് നിശ്ചയമാണ്. മാത്രമല്ല, മറ്റു പണ്ഡിതശ്രേഷ്ഠർക്ക് മുന്നിൽ ശിരസുയർത്തി തന്നെ ഇനിയും നിൽക്കാം. അതെല്ലാം അഭിമാനകരവും ആഹ്ലാദകരവും തന്നെ. പക്ഷേ താൻ ഭാവിയിൽ ഒരു പറയിപ്പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ജാതി ചിന്തകൾ അത്രത്തോളം കടുത്തുനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാനേ തരമുണ്ടായിരുന്നുള്ളൂ. ബ്രാഹ്മണനായ താൻ ഒരു പറയിപ്പെണ്ണിനെ വിവാഹം ചെയ്യുകയോ? അങ്ങനെ സംഭവിച്ചാൽ തന്റെ കുലത്തിൽ നിന്നും പ്രാമാണ്യങ്ങളിൽ നിന്നും എന്നേക്കും പുറത്തപ്പെട്ടത് തന്നെ. പക്ഷെ ഈ വിധിയിൽ നിന്ന് തനിക്ക് എങ്ങനെ മോചിതനാകാൻ കഴിയും? വളരെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം തന്റെ ദുർവിധിയെ ഒഴിവാക്കാൻ ഉതകുന്ന ഒരു പായം ആലോചിച്ച് നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ എഴുന്നേറ്റു. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. അങ്ങനെ കൃത്യം 41-ാം ദിവസം രാജാവും സദസ്സിലെ മറ്റു പണ്ഡിതന്മാരും വരരുചിയെ കാണാത്തതിൽ ഉത്കണ്ഠയിലായിരിക്കെ പ്രസന്നവദനായി അദ്ദേഹം സദസ്സിലെത്തി. വരരുചിയുടെ പ്രസന്നവദനം കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചുവെന്ന് രാജാവിനും സദസ്യർക്കും മനസ്സിലായി. ഉടൻ തന്നെ രാജാവ് അത്യുത്സാഹത്തോടെ വരരുചിയെ സ്വീകരിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചു, എന്തായി? രാമായണത്തിലെ ശ്രേഷ്ഠവാക്യം ഏതെന്ന് മനസ്സിലാക്കിയോ? ഉവ്വ് എന്ന് വരരുചി ആഹ്ലാദത്തോടെ പ്രതിവചിച്ചു. അത് കേട്ട് സംപ്രീതനായ രാജാവിന്റെ മുന്നിൽ വരരുചി വിനയത്തോടെ തന്റെ കണ്ടെത്തൽ വെളിപ്പെടുത്തി. മഹാരാജൻ, രാമായണത്തിലെ പ്രധാനമായ ശ്ലോകം ഇതാണ്: രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാമടവീം വിദ്ധി, ഗച്ഛതാത യഥാസുഖം. ഇതിലെ പ്രധാന വാക്യം മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതാണ്. സഭയിലുണ്ടായിരുന്നവരെല്ലാം ആ പൊരുൾ കേട്ട് ശരിയാണ് എന്ന ഐക്യകണ്ഠേന സമ്മതിച്ചു. വരരുചി ഈ ശ്ലോകത്തെ കൂടുതൽ വിശദമാക്കി വിവരിച്ചു. ശ്രീരാമനും സീതയ്ക്കുമൊപ്പം വനവാസത്തിനായി പുറപ്പെടുന്നതിനായി തന്റെ അമ്മയായ സുമിത്രയോട് യാത്ര പറയാൻ ലക്ഷ്മണനെത്തി. തന്റെ കാൽ തൊട്ടു വന്ദിച്ച മകന് അമ്മ നൽകിയ ഉപദേശമാണിത്. രാമം ദശരഥം വിദ്ധി, അതായത് നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം. ജനകാത്മജാം മാം വിദ്ധി, ജനകാത്മജയെ അതായത് സീതയെ അമ്മയെപ്പോലെ കരുതിക്കൊള്ളണം. അടവിയും അയോധ്യാം വിദ്ധി, കാനനത്തെ അയോധ്യ എന്ന് സങ്കൽപ്പിക്കണം. ഗച്ഛതാത യഥാസുഖം, നീ സന്തോഷത്തോടെ അവരെ അനുഗമിച്ചാലും. ഇങ്ങനെയായിരുന്നു വരരുചി രാജാവിനും സദസ്യർക്കും ശ്ലോകത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തത്. തുടർന്ന് വരരുചി അതിന്റെ അർത്ഥം 10 വിധത്തിൽ കൂടി വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ രാജാവിന്റെ സന്തോഷം 10 മടങ്ങായി. അതോടെ അമൂല്യങ്ങളായ രത്നങ്ങൾ ഉൾപ്പെടെ അനേകം സമ്മാനങ്ങൾ നൽകി രാജാവ് വരരുചിയെ സന്തുഷ്ടനാക്കി. കൊട്ടാരത്തിൽ തന്നെ തുടർന്നും വസിച്ചുകൊള്ളണമെന്നും നിർദ്ദേശിച്ചു. ശേഷം വരരുചി പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന തന്റെ വിധി മറികടക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആ വിധിയെ തടുക്കാനുള്ള പ്രവൃത്തികൾ നടപ്പാക്കാനുള്ള അനുകൂലമായ സാഹചര്യമാണിത് എന്നദ്ദേഹം കണക്കുകൂട്ടി. രാജാവിപ്പോൾ അതീവ സന്തുഷ്ടനാണ്.
താൻ ആവശ്യപ്പെടുന്ന കാര്യം അദ്ദേഹം യാതൊരു കാരണത്താലും നിരസിക്കുകയില്ല. ഇത് തന്നെ ശരിയായ സമയമെന്ന് മനസ്സിലാക്കിയ വരരുചി രാജാവിനെ സമീപിച്ചുകൊണ്ട് അറിയിച്ചു. മഹാരാജാവേ, ഇന്നലെ രാത്രിയിൽ ഒരു പറയന്റെ മാടത്തിൽ ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ട്. ജാതകപ്രകാരം ആ പെൺകുഞ്ഞിന് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും. ആ വലിയ വിപത്ത് തടയുന്നതിനായി ആ പ്രജയെ ഉടനെ കൊന്നുകളയണം. ബ്രാഹ്മണോത്തമന്റെ വാക്ക് മിഥ്യയാകില്ലെന്ന് വിശ്വസിച്ച രാജാവും സഭാവാസികളും അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് അംഗീകരിച്ചു. എന്നാൽ ഒരു ശിശുവിനെ കൊല്ലുന്നത് ധർമ്മമല്ലെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഒടുവിൽ എല്ലാവരും ചേർന്നൊരു പോംവഴി കണ്ടെത്തി. വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കുട്ടിയുടെ തലഭാഗത്ത് ഒരു പന്തം കൊളുത്തിവെച്ച് നദിയിൽ ഒഴുക്കിവിടുക. അതാകുമ്പോൾ ശിശുഹത്യ എന്ന പാപം തങ്ങൾക്കുമേൽ വീഴുകയുമില്ല. ആ തീരുമാനത്തോടെ എല്ലാവരും യോജിച്ചു. തുടർന്ന് രാജകൽപ്പന പ്രകാരം ഭടന്മാർ കുട്ടിയെ കണ്ടെത്തി മേൽപ്പറഞ്ഞ വിധം നദിയിലൊഴുക്കിവിട്ടു. താനൊരു പറയി പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വരും എന്നു വിധി ഒഴിവായല്ലോ എന്ന ആശ്വാസത്തിൽ വരരുചി കുറച്ചുകാലം കൂടി രാജസേവയിൽ തുടർന്നു. വർഷങ്ങൾ കടന്നുപോയി. വരരുചി കൂടുതൽ പാണ്ഡിത്യം നേടുന്നതിനായി രാജസേവ മതിയാക്കി പരിശാടനത്തിനായി പുറപ്പെട്ടു. ദേശാടനത്തിനിടെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനായി വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നു. ബ്രാഹ്മണൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് സൽക്കാരത്തിനായി ക്ഷണിച്ചു. അതിഥികളെ ദേവന്മാരെ പോലെ പരിചരിക്കണം എന്നൊരു മര്യാദയുണ്ടായിരുന്ന കാലമായിരുന്നു അത്. അതിനാൽ തന്നെ ആതിഥേയൻ അതിഥിയോട് ഭക്ഷണം കഴിക്കുന്നതിനായി കുളിച്ചുവരാൻ നിർദ്ദേശിച്ചു. എന്നാൽ വരരുചി ആ ആതിഥേയനായ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തി പരീക്ഷിക്കാനായി ചില ദുർഘട നിബന്ധനകൾ വെച്ചു. കുളി കഴിഞ്ഞാൽ തനിക്ക് ഉടുക്കാൻ വീരാളി പട്ടുവേണം. 100 പേർക്ക് ഭക്ഷണം കൊടുത്താലേ താൻ ഊണ് കഴിക്കൂ. ഊണിന് 108 കുട്ടം കറികളും വേണം. ഊണ് കഴിഞ്ഞാൽ 3 പേരെ തിന്നണം. പിന്നെ 4 പേർ തന്നെ ചുമക്കുകയും വേണം. ഇതൊക്കെയായിരുന്നു നിബന്ധന. ഇത് കേട്ടപ്പോൾ അന്ധാളിച്ചുപോയ ബ്രാഹ്മണൻ എന്തു പറയണമെന്നറിയാതെ ഉഴറി നിന്നു. അപ്പോൾ അകത്തുണ്ടായിരുന്ന പഞ്ചമി എന്നു പേരുള്ള കന്യക അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇതെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കാം. ബ്രാഹ്മണൻ അത്ഭുതത്തോടെ മകളെ നോക്കി. ഇതെങ്ങനെ സാധിക്കുമെന്ന് അദ്ദേഹം സന്ദേഹപ്പെട്ടു. എന്നാൽ തന്റെ മകളുടെ ബുദ്ധിശക്തിയിൽ വിശ്വാസമുണ്ടായിരുന്ന ബ്രാഹ്മണൻ വരരുചിയുടെ നിബന്ധനകൾ സമ്മതിച്ചു. വരരുചി കുളിക്കാൻ പോയതും ബ്രാഹ്മണൻ മകളോട് ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് അന്വേഷിച്ചു. ആ കന്യകയുടെ മറുപടി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാഞ്ഞിട്ടാണ് അച്ഛൻ പരിഭ്രമിക്കുന്നത്. വീരാളിപ്പട്ട എന്നാൽ വൃത്തിയുള്ള ചീന്തൽ കോണകം വേണം എന്നാണ്. 100 പേർക്ക് ഭക്ഷണം എന്നത് വൈശ്യമെന്ന പൂജ കഴിക്കണമെന്നാണ്. അതായത് പൂജയിലൂടെ 100 ദേവന്മാരെ പ്രീതിപ്പെടുത്തണമെന്നർത്ഥം. 108 കൂട്ടം കറികൾ എന്നുദ്ദേശിച്ചത് ഇഞ്ചിക്കറി വേണമെന്നും 3 പേരെ തിന്നണമെന്നത് ഊണ് കഴിഞ്ഞ് വെറ്റില, അടയ്ക്ക, 100 എന്നിവ കൂട്ടി മുറുക്കണമെന്നുമാണ്. 4 പേർ ചുമക്കണം എന്നതുകൊണ്ട് വിശ്രമിക്കാനായി ഒരു കട്ടിൽ വേണമെന്നാണ് അർത്ഥമാക്കുന്നത്. കട്ടിലിന്റെ 4 കാലുകളാണല്ലോ ചുമക്കുന്നത്. മകളുടെ ബുദ്ധിവൈഭവത്തിൽ സന്തുഷ്ടനായ ബ്രാഹ്മണൻ എല്ലാം വേഗം തയ്യാറാക്കാൻ മകളെ ചുമതലപ്പെടുത്തി. വരരുചി കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും പറഞ്ഞ വകകളെല്ലാം ഒരു കുറവുമില്ലാതെ തയ്യാറാക്കി വെച്ചിരുന്നു. വൈശ്യവും ഊണും കഴിഞ്ഞ വരരുചി വെറ്റില മുറുക്കിയ ശേഷം കട്ടിലിൽ കയറി കിടന്നു. താൻ വെച്ച ദുർഘട നിബന്ധനകളുടെ പൊരുൾ ഒട്ടും പിഴയ്ക്കാതെ മനസ്സിലാക്കി ഇതെല്ലാം ഒരുക്കിവെച്ച ആ കന്യകയുടെ ബുദ്ധിശക്തിയെ ഓർത്ത് അദ്ദേഹം അത്ഭുതം കൂറി. വരരുചി തന്റെ കടങ്കഥാതുല്യമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഒരു സാധാരണ ബ്രാഹ്മണ ഗൃഹത്തിൽ വളർന്ന പെൺകുട്ടി തന്റെ അസാമാന്യമായ പ്രജ്ഞ കൊണ്ട് ആ ആവശ്യങ്ങളുടെ എല്ലാം അന്തരാർത്ഥം ഗ്രഹിക്കുകയും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഓരോന്നും കൃത്യതയോടെയും പക്വതയോടെയും തയ്യാറാക്കി നൽകുകയും ചെയ്തു. അവളുടെ ഈ അസാധാരണമായ ബുദ്ധിസാമർഥ്യം കണ്ട വരരുചി വിസ്മയിച്ചുപോയി. ഈ കന്യക തന്റെ പാണ്ഡിത്യത്തിന് ഇണങ്ങുന്ന ജീവിത പങ്കാളി തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പിന്നീട് ഒട്ടും വൈകാതെ തന്നെ വരരുചി തന്റെ ആഗ്രഹം ആ പെൺകുട്ടിയുടെ പിതാവിനെ അറിയിച്ചു. ജ്ഞാനിയായ വരരുചി തന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ പിതാവ് സസന്തോഷം സമ്മതം മൂളി. അങ്ങനെ സുന്ദരിയും ബുദ്ധിമതിയുമായ പഞ്ചമിയെ വരരുചി വിവാഹം കഴിച്ചു. ഒരിക്കൽ വരരുചി പ്രണയപൂർവ്വം തന്റെ സഹധർമ്മിണിയായ പഞ്ചമിയുടെ തലമുടി കോതിക്കൊണ്ടിരുന്നപ്പോൾ തലയുടെ മധ്യത്തിലായി ഒരു വലിയ വ്രണപ്പാട് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. ആകുലതയോടെ അതിന്റെ കാരണം തിരക്കിയ വരരുചിയോട് പഞ്ചമി വിനയപൂർവ്വം പറഞ്ഞു, ഇതൊരു പന്തം കൊണ്ടുണ്ടായ പാടാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ കുളിക്കാൻ പുഴയിൽ പോയ അമ്മ ഒരു പിണ്ടിച്ചങ്ങാടത്തിൽ ഒരു കുഞ്ഞൊഴുകി വരുന്നത് കണ്ടു. തലഭാഗത്തായി ഒരു പന്തവും കൊളുത്തിവെച്ചിരുന്നു. ഒഴുകി വന്ന കുഞ്ഞിനെ അമ്മ പിടിച്ചെടുത്തപ്പോഴേക്കും പന്തത്തിൽ നിന്നുള്ള തീ പടർന്ന് കുഞ്ഞിന്റെ തലയിൽ പൊള്ളലുണ്ടായിരുന്നു. അന്ന് അമ്മ എടുത്തു വളർത്തിയ ആ കുഞ്ഞാണ് ഞാൻ. കഥ കേട്ട് വരരുചി അന്ധാളിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. താൻ ഭയന്ന അതേ വിധിയാണ് താൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് വരരുചി തിരിച്ചറിഞ്ഞു. എങ്കിലും അദ്ദേഹം പതറിയില്ല. ലിഖിതമപി ലലാടെ പ്രാജ്വന്തും കഹ സമർത്ഥഃ
എന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ പരമമായ സത്യത്തെ മനസ്സാ പുൽകി. ഐഹികമായ സുഖജീവിതം വെടിഞ്ഞ് ശിഷ്ടകാലം വീണ്ടും ദേശാടനം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഒപ്പം തന്റെ പ്രിയതമയെയും കൂട്ടി. പലപ്പോഴും ഘോര വനങ്ങളിലൂടെയാണ് യാത്ര. ഇതിനിടയിൽ പഞ്ചമി 12 വട്ടം ഗർഭവതിയായി. ഓരോ തവണ പ്രസവവേദന തുടങ്ങുമ്പോഴും വനാന്തരങ്ങളിലെ വിജനതയിലേക്ക് അവൾക്ക് തനിയെ പോകേണ്ടി വന്നു. വരരുചി കാട്ടുവഴിയിൽ സഹധർമ്മിണിയുടെ മടങ്ങിവരവിനായി കാത്തിരിക്കും. ഓരോ പ്രസവവും കഴിഞ്ഞാലുടനെ വരരുചി ചോദിക്കും, കുട്ടിക്ക് വായുണ്ടോ? ഉണ്ട് എന്ന പഞ്ചമിയുടെ മറുപടി കേൾക്കുമ്പോൾ വരരുചി ശാന്തനായി പറയും, വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. അവനെ ഈശ്വരൻ നോക്കിക്കൊള്ളും. വരൂ, നമുക്ക് യാത്ര തുടരാം. മാതൃഹൃദയത്തിലെ വിങ്ങലുകൾ അടക്കിപ്പിടിച്ച് ചോരക്കുഞ്ഞിനെ ആ വനഭൂമിയിൽ ഉപേക്ഷിച്ച് ആ പതിവ്രത ഭർത്താവിനെ അനുഗമിക്കും. ഇത്തരത്തിൽ ആരോരുമില്ലാതെ പ്രകൃതിയുടെ മക്കളായി 11 കുഞ്ഞുങ്ങൾ ജനിച്ചു വീണു. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ പിന്നീട് വിധി ഓരോ ജാതിയിലുള്ളവരുടെ കൈകളിലെത്തിച്ചു. എന്നാൽ 12ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ പഞ്ചമി ഉള്ളാലെ ആർത്തലച്ചു കരഞ്ഞു. ഒരേ ഒരു കുഞ്ഞിനെയെങ്കിലും തന്റെ മാറോട് ചേർക്കാൻ ആ മാതൃഹൃദയം അത്യന്തം ആഗ്രഹിച്ചു. എന്നാൽ ആ പ്രസവം കഴിഞ്ഞപ്പോഴും പതിവ് പോലെ വരരുചി ചോദിച്ചു, കുട്ടിക്ക് വായുണ്ടോ? തന്റെ 12ാമത്തെ മകനെയെങ്കിലും കൂറെ കൂട്ടാൻ ആഗ്രഹിച്ച പഞ്ചമി ഭർത്താവിനോട് ആദ്യമായി ഒരു കള്ളം പറഞ്ഞു. ഇല്ല, കുഞ്ഞിന് വായില്ല. എന്നാൽ ആ പതിവ്രതയുടെ നാവു പിഴച്ച നിമിഷം കുഞ്ഞിന്റെ വായ അത്ഭുതകരമായി അപ്രത്യക്ഷമായി. അതോടെ പഞ്ചമി നിലവിളിച്ചുകൊണ്ട് ഭർത്താവിനോട് സത്യം വെളിപ്പെടുത്തി. സഹധർമ്മിണിയോട് മനസ്സലിഞ്ഞ വരരുചി ആ ദിവ്യ ശിശുവിനെ എടുത്ത് ഒരു കുന്നിൻ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. വായില്ലാത്ത ആ കുട്ടി പിന്നീട് വായില്ലാ കുന്നിലപ്പൻ എന്ന പേരിൽ ആരാധിക്കപ്പെട്ടു. വ്യത്യസ്ത കുലങ്ങളിലായി വളർന്നെങ്കിലും വരരുചിയുടെ മക്കളെല്ലാം അസാമാന്യ ബുദ്ധിശക്തിയും ദൈവിക സിദ്ധികളുള്ളവരുമായിരുന്നു. അവരിവരൊക്കെയായിരുന്നു: മേളത്തോൾ അഗ്നിഹോത്രി, പാക്കനാർ, രജകൻ, വള്ളോൻ, നാറാണത്തുഭ്രാന്തൻ, കാരക്കലമ്മ, അകവൂർ ചാത്തൻ, പാണനാർ, വടുതല നായർ, ഉപ്പുകൊറ്റൻ, ഉളിയന്നൂർ പെരുന്തച്ചൻ, വായില്ലാ കുന്നിലപ്പൻ. ഇവരെല്ലാവരും പല നാടുകളിലായാണ് വസിച്ചു വന്നിരുന്നത്. എങ്കിലും ഓരോരുത്തരും ബാല്യം കഴിഞ്ഞപ്പോഴേക്കും തങ്ങൾ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയുകയും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്തു. വരരുചിയും ഭാര്യയും അവരുടെ ശിഷ്ടകാലം ദേശാടനം കൊണ്ടുതന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് അവർ മരണപ്പെട്ട ശേഷം അവരുടെ ശ്രാദ്ധത്തിന് മേൽപ്പറഞ്ഞ 12 പേരിൽ വായില്ലാ കുന്നിലപ്പൻ ഒഴികെ 11 പേരും അഗ്നിഹോത്രിയുടെ ഇല്ലത്തിൽ ഒത്തുചേർന്ന് സാഹോദര്യത്തോടെ ബലികർമ്മങ്ങൾ നടത്തിവരികയും ചെയ്തു. അങ്ങനെ വിധി വിളിച്ച വഴികളിലൂടെ സഞ്ചരിച്ച ഈ അത്ഭുത ജന്മങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ കെടാവിളക്കുകളായി എന്നെന്നും പ്രകാശിച്ചു നിൽക്കുന്നു. ജാതിയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളായിട്ടും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന് തങ്ങളുടേതായ കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങിയ ഈ പന്തിരുകുലം നൽകുന്ന സന്ദേശം ഇതാണ്: വിധി അലംഘനീയമാണ്. അതിലുപരി മനുഷ്യന്റെ മഹത്വം അവന്റെ കുലത്തിലോ ജാതിയിലോ അല്ല, മറിച്ച് അവന്റെ കർമ്മത്തിലും ജീവിതചര്യയിലുമാണ് കുടികൊള്ളുന്നത്. വിവേചനത്തിന്റെ ഇരുൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും പ്രകാശമായി പറയുപെറ്റ പന്തിരുകുലം എന്ന ഈ ഐതിഹ്യം എന്നും നിലനിൽക്കും.